ഹലോ, നമ്മളിന്ന് എന്താ ഉണ്ടാക്കിയത്? നമ്മളിന്ന് എന്താ ഉണ്ടാക്കുന്നേ? ബിരിയാണി ഉണ്ടാക്കുകയാണ്. സുമോക്ക് ഇഷ്ടമാണ് ബിരിയാണി? കഴിക്കോ? അപ്പൊ നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ടേക്കണേ. നല്ല കണ്ണൂർ സ്റ്റൈല് അടിപൊളി ഒരു ദം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങള്. അതും ബീഫ് ബിരിയാണിയാണ്. എന്താ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ബിരിയാണി വയ്ക്കുന്നുണ്ട് എന്ന് അറിഞ്ഞെങ്കിലും വേറൊരു വഴിക്ക് പോയ സമയത്ത് അമ്മ പാചകം തുടങ്ങിക്കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. നമ്മുടെ ബീഫ് വേവിക്കുന്നതൊക്കെ ഞാനതൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ 6 സവാളയാണ് എടുത്തേക്കുന്നത്. അത് നേരിയ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മുടെ സവാള ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വഴന്ന് വരണം. ഇല്ലെങ്കിൽ ആ ഒരു പച്ച ചൊവയൊക്കെ പച്ചക്കടിയൊക്കെ നമുക്ക് കടിക്കുമ്പോൾ കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതും ആ എണ്ണയിൽ നല്ലതുപോലെ വഴന്ന് അതിൻ്റെ ആ പച്ച ചൊവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ പച്ചമുളക് കൂടെ അരച്ചത് കൂടെ ചേർത്തിട്ടുണ്ട്, പേസ്റ്റ് ആക്കിയത്. അപ്പം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ആ സവാളയിൽ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പം കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും എരിവാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 6 മീഡിയം സൈസ് തക്കാളി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. തക്കാളി നന്നായിട്ട് തന്നെ ഉടഞ്ഞ് വരണം കേട്ടോ നമ്മുടെ മസാലയിൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും കറിവേപ്പിലയിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചേക്കാം. തക്കാളിക്ക് ഒന്ന് വേവായി കിട്ടിട്ട് കേട്ടോ. അപ്പോഴേക്കിത് നമ്മുടെ ബീഫിൻ്റെ അകത്ത് നമ്മൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ച് വെച്ചേക്കാണ് കേട്ടോ. നമ്മുടെ ബീഫ് നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട്. ഇതേ നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുന്നത്. ഇതുകൂടി ഇട്ടിട്ട് ആ മസാല ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ തൈര് കൂടെ ചേർക്കുന്നുണ്ട്. അധികം ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. തൈര് കൂടെ ചേർത്തിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കിയിട്ടിട്ട് മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അധികം തൈര് ചേർത്ത് കഴിഞ്ഞാൽ അധികം നമ്മൾ വെച്ചിരിക്കരുത്, ചൂടാക്കരുത്. അപ്പോഴേക്കും നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിയാണ് ഇടാൻ പോകുന്നത്. വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. 6 ഗ്ലാസ് അരിയാട്ടോ എടുത്തേക്കുന്നത്. 6 ഗ്ലാസ് അരിക്ക് നമ്മൾ 12 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണ ഇട്ടിട്ട് എണ്ണയും നെയ്യും കൂടെയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഏലക്കായും ഗ്രാമ്പും പട്ടയും കൂടെ ചേർത്തിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 6 ഗ്ലാസ് അരി കൂടെ കഴുകി നമ്മൾ വെള്ളമൊക്കെ വാരാൻ വെച്ചതൊക്കെ ആയിരുന്നു. അത് നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ നെയ്യിൽ വഴറ്റിയതിന് ശേഷം നമ്മൾ 12 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചതാണ്, അതുകൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങയുടെ നീരാട്ടോ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ബിരിയാണി എന്താ മണക്കുന്നത്? നമുക്ക് എന്താ മണക്കുന്നത്? ബിരിയാണി ആയാ? ഇല്ല ഇല്ല ഇല്ല. നമ്മുടെ ചോറ് ഇതേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം കേട്ടോ. നമ്മുടെ മസാലയുടെ മുകളിലേക്ക് നമ്മുടെ ചോറ് നിരത്തി കൊടുക്കുകയാണ്. അതിലേക്ക് ഇച്ചിരി നമ്മുടെ മല്ലിയില കൂടെ ചേർത്തിട്ട് നെയ്യും കുറച്ച് ഗരം മസാല കൂടെ ചേർക്കും. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മുടെ വറുത്ത് വെച്ച സവാള കൂടെ ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ നമ്മൾ ചോറിട്ടിട്ട് ഇതുപോലെ തന്നെ മുകളിലേക്ക് കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റൈലൻ അടിപൊളിയായിട്ടുള്ള ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കണേ. അപ്പോൾ കമൻറ്റ് ചെയ്യാനും ആ ബെൽ ബട്ടൺ അടിക്കാനും മറന്നു പോകരുത്.